ലീഡ് ബാങ്ക് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. തൊടിയൂർ അരമത്തുമഠത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് സെമിനാർ നടത്തിയത്. കൊല്ലം ജില്ല ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് തല സാമ്പത്തിക ഉൾപ്പെടുത്തൽ ക്യാമ്പയിനാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് തല ക്യാമ്പയിൻ അരമത്തുമഠത്ത് സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന, അടൽ പെൻഷൻ യോജന തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് അവബോധം നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം ജില്ലയിലെ സംരംഭക സാധ്യതാ മേഖലകൾ, ലൈസൻസ് അനുമതികൾക്കുള്ള നടപടിക്രമങ്ങൾ, വിവിധ വകുപ്പുകൾ, ഏജൻസികൾ വഴിയുള്ള പദ്ധതികൾ, സംരംഭകർക്കുള്ള പ്രധാന സഹായ പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങളിലും വിവരങ്ങൾ നൽകി. അടിസ്ഥാന ബാങ്കിംഗ്, വരവ് ചെലവ് ആസൂത്രണം, ക്രെഡിറ്റ് സ്കോറുകൾ, ഡിജിറ്റൽ ബാങ്കിംഗ്, ഉപഭോക്തൃ സംരക്ഷണം തുടങ്ങി ഒട്ടേറെ സാമ്പത്തിക വിവരങ്ങളും സെമിനാറിൽ പങ്കുവച്ചു. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പല പദ്ധതികളും നമ്മുടെ രാജ്യത്തിന്റെ വികസന പാതയിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. നിങ്ങളെല്ലാം തന്നെ തൊഴിലുറപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു വികസനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പദ്ധതികളാണ്. നേരത്തെ വിജയൻ സാർ സൂചിപ്പിച്ചതുപോലെ തൊഴിലുറപ്പ് പദ്ധതി 2005 തുടങ്ങിയതാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ആൾക്കാർക്കും തൊഴിൽ ഉറപ്പുവരുത്തുകയാണ്. തൊഴിൽ ഉറപ്പുവരുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാക്കുക. അതൊരു വലിയ പദ്ധതിയാണ്. ലോകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി, ഈ തൊഴിലുറപ്പ് പദ്ധതി പോലെയും അതുപോലെ തന്നെ കുടുംബശ്രീ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു വലിയ സംരംഭമാണ്. സാമ്പത്തിക തട്ടിപ്പുകാരുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും സെമിനാറിൽ വിശദമാക്കി. നമുക്ക് റിട്ടയർമെന്റ് വന്നിട്ട് നമുക്ക് തൊഴിലുറപ്പിൽ വരുന്ന അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ജോലി ചെയ്യുന്നതിനെ പ്രശ്നം അല്ലെങ്കിൽ മേറ്റിന്റെ ശമ്പളത്തിൽ ലഭിക്കും. ഇപ്പോൾ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അവിടെ വന്ന് പറഞ്ഞപ്പോൾ മേറ്റുമാരെല്ലാം കേട്ടോണ്ടിരിക്കുക. കഴിഞ്ഞ തവണത്തെ ഏതോ ഒരു പഞ്ചായത്തിൽ, ആ പഞ്ചായത്തിനെ അവർ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, പഞ്ചായത്തിൽ ജോലി ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ അവിടെ മേറ്റിനെ സസ്പെൻഡ് ചെയ്ത സ്ഥിതി വരെ ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.